വി രാജേഷിനെ എന്തുകൊണ്ട് മേയറാക്കണം എന്ന് ചോദിക്കുന്ന സമയത്ത് വി രാജേഷിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് എല്ലാവർക്കും രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രാധാന്യം നൽകുന്നത്. കാരണം താഴേക്കിടയിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വളരെ സജീവമായി വർക്ക് ചെയ്ത സമര പോരാട്ടങ്ങളൊക്കെ നടത്തി തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ CPMന്റെ അഴിമതിക്കെതിരെ ശക്തമായ സമരങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ നിരവധി പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുക്കുകയും സംഘടനാ പ്രവർത്തനം സജീവമായി പ്രവർത്തിക്കുകയും യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും BJPയുടെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 2 ലോക്സഭാ മണ്ഡലത്തെ വിജയത്തിലേക്ക് അടുത്തെത്തിച്ച അത്രയധികം വോട്ട് സമാഹരിച്ച ജില്ലയുടെ പ്രസിഡന്റ് എന്ന നിലയിലും രാജേഷ് നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ പരിഗണിക്കാതിരിക്കരുത്. കാരണം അത് രാജേഷിനോട് മാത്രമുള്ള അനീതി അല്ല, മറിച്ച് അത് സംഘടനാ പ്രവർത്തനത്തിന് കാണിക്കുന്ന ഒരു അവഗണനയായിരിക്കും എന്നാണ്. കാരണം പെട്ടെന്ന് പാർട്ടിയിലേക്ക് വരുന്ന ആളുകൾ തന്നെ IAS IPS ഒക്കെ എടുത്ത് റിട്ടയർ ചെയ്ത് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ മുഴുവൻ അവർ സർക്കാരിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവിടെ ഈ പറയുന്ന കാഴ്ചപ്പാടുകളൊന്നും തന്നെ ഇല്ലാതെ പ്രവർത്തിക്കുകയും പിന്നീട് രാഷ്ട്രീയത്തിൽ വരികയും അത് BJP അധികാരത്തിൽ എത്തിയ സമയത്ത് രാഷ്ട്രീയത്തിൽ വരികയും അതും വളരെ വൈകിട്ട് ഒരാൾ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ജോലിയിൽ വർക്ക് ചെയ്യുന്നു, ആ ജോലിയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനമോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനമോ നടത്തുന്നില്ല. അങ്ങനെ ഒരാൾ ജോലി കിട്ടിയ ഉടനെ പാർട്ടിയിലേക്ക് വരുന്നു. ഇവിടെ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും വളരെ വർഷം കഴിഞ്ഞാണ് ശ്രീലേഖ വന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്.